infomalayalam.com ചിത്രകല പഠന വീഡിയോയിലേക്ക് സ്വാഗതം. ചിത്രകല അഭ്യസിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് വേണ്ടി ഇവിടെ കുറച്ച് ടൂളുകൾ പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് അറിയാവുന്ന ടൂളുകൾ തന്നെയാണ് ഇവയെല്ലാം. അതായത് പെൻസിൽ, ഇറേസർ, ഷാർപ്പണർ, മെക്കാനിക്കൽ പെൻസിൽ, അതുപോലെ പേപ്പർ ബ്ലെൻഡിങ് സ്റ്റിക്സ്. നമുക്ക് ഇവയെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് നോക്കാം, വളരെ ബ്രീഫായിട്ട്. അതായത് പെൻസിൽ ടൂൾസ്, നമ്മൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പെൻസിൽ വ്യത്യസ്ത തരം ഗ്രേഡുകളിലുള്ള പെൻസിലുകൾ നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. ഇതിൻ്റെ ഗ്രേഡ് ഇതിൻ്റെ പെൻസിലിൻ്റെ മുകളിലായിട്ട് എഴുതി വച്ചിട്ടുണ്ടാകും. അതായത് 2B, 6B, 4B, HB, ചാർക്കോൾ പെൻസിൽ, അങ്ങനെ വിവിധതരം ഗ്രേഡുകളിലുള്ള പെൻസിലുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. HB എന്ന് പറയുന്നത് വളരെ ലൈറ്റായ വരകൾ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പെൻസിലാണ് HB പെൻസിൽ. അതായത് H ഹാർഡ്, B ഫോർ ബ്ലാക്ക്. അതായത് 2B, 4B, 6B തുടങ്ങിയ പെൻസിലുകളൊക്കെ ബ്ലാക്കിൻ്റെ അംശം കൂടുതലായിരിക്കും. അതായത് ഇതിലെ ഗ്രാഫൈറ്റിൻ്റെ തോത് കൂടുതലായിരിക്കും. അതുപോലെ HB പെൻസിൽ, അതുപോലെ H സീരീസിൽ വരുന്ന പെൻസിലുകളൊക്കെ ഹാർഡായിരിക്കും, ബട്ട് അതിൻ്റെ ലൈൻസുകൾ വളരെ ലൈറ്റായവയായിരിക്കും. അപ്പോൾ നമുക്ക് സ്കെച്ച് ചെയ്യുന്ന സമയത്ത്, എന്തെങ്കിലും നമുക്ക് ഒരു ഡ്രോയിങ് സ്കെച്ച് ചെയ്യുന്ന സമയത്ത് HB പെൻസിലുകൾ ഉപയോഗിച്ച് നമുക്ക് ലൈറ്റായ വരകൾ വരച്ച് പിന്നീട് അത് ഡാർക്ക് ചെയ്യാൻ, അല്ലെ ഡാർക്കായ ലൈൻസുകൾ നമുക്ക് ആവശ്യമാണെങ്കിൽ 2B, 6B പോലുള്ള ഡാർക്കായ പെൻസിലുകൾ യൂസ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഡാർക്ക്നെസ് കൂട്ടാൻ സാധിക്കുന്നതാണ്. ഒരു പെൻസിലിൻ്റെ ഗ്രേഡുകൾ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് എറേസർ നമുക്ക് നോൺ ഡസ്റ്റ് ആയിട്ടുള്ള എറേസർ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അതായത് നോൺ ഡസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ജസ്റ്റ് എറേസർ ചെയ്യുന്ന സമയത്ത് നോക്കുക, ഞാനിവിടെ വരച്ച ഈ ഒരു പെൻസിൽ മാർക്ക് നോൺ ഡസ്റ്റ് എറേസർ കൊണ്ട് എറേസ് ചെയ്തപ്പോൾ ഇവിടെ സ്മഡ്ജൊന്നും കാണുന്നില്ല, വളരെ ക്ലീനായി നമുക്കിവിടെ എറേസ് ചെയ്യാൻ സാധിച്ചു. ഇത് നോർമൽ എറേസറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ സ്മഡ്ജി ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് പേപ്പർ ചെറിയ തോതിൽ വൃത്തികേടായി കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് നോൺ ഡസ്റ്റ് എറേസർ തന്നെ ചോദിച്ച് വാങ്ങിക്കുക. അതുപോലെ എറേസറിൽ തന്നെ നീഡബിൾ എറേസർ എന്ന് പറയുന്ന അല്പം കോസ്റ്റ്ലിയാണ്. ഇത് 30 രൂപ മുതൽ 100, 150 രൂപയൊക്കെ ഇതിന് വില വരുന്നുണ്ട്. നീഡബിൾ എറേസർ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ആവശ്യമില്ല, എങ്കിലും ജസ്റ്റ് ഇതെന്താണെന്ന് പറയാം. നീഡബിൾ എറേസർ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഒരു ഗമ്മ് പോലെ യൂസ് ചെയ്യാവുന്ന, ഒരു ബബിൾ ഗം പോലെ അല്ലെങ്കിൽ ഗമ്മ് പോലെ നമുക്ക് വിവിധ ഷേപ്പുകളിലേക്ക് ഈ നീഡബിൾ എറേസറിനെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതായത് നമുക്ക് പെൻസിലുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ചാർക്കോൾ ഉപയോഗിച്ച് വരയ്ക്കുന്ന സ്കെച്ചുകൾ നമുക്ക് സ്കിൻ ടോണുകളൊക്കെ സ്കെച്ച് ചെയ്യുന്ന സമയത്ത് അത് വളരെ നീറ്റായി നമുക്ക് സ്മഡ്ജ് ചെയ്തെടുക്കാനൊക്കെ ഈ നീഡബിൾ ബ്രഷ്, അതായത് നമുക്ക് വളരെ സ്മൂത്തായി എറേസ് ചെയ്തെടുക്കാൻ ഈ നീഡബിൾ എറേസർ കൊണ്ട് സാധിക്കും. അതുപോലെ നമുക്കിത് തുടക്കത്തിൽ നോൺ ഡസ്റ്റ് എറേസർ മതിയാകും. പിന്നെ നമുക്ക് നോക്കാനുള്ള ഒന്ന് ഷാർപ്പണറാണ്. ഷാർപ്പണർ നമുക്ക് ഒന്നുകിൽ കഴിയുന്നതും നിങ്ങൾ ബ്ലേഡ് കൊണ്ട് ഷാർപ്പൺ ചെയ്യാൻ നോക്കുക, കാരണം കൂടുതൽ ഏരിയ കവർ ചെയ്തുകൊണ്ട് വേണം നമുക്ക് പെൻസിൽ ഷാർപ്പൺ ചെയ്യാൻ. അതിന് നിങ്ങൾ ഷാർപ്പണർ യൂസ് ചെയ്യുകയാണെങ്കിൽ ലോങ് പോയിൻ്റ് ഷാർപ്പണർ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ലോങ് പോയിൻ്റ് ഷാർപ്പണർ ആണെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത്, അതായത് നമുക്കിതിൻ്റെ കൂടുതൽ ഏരിയ കവർ ചെയ്തുകൊണ്ട് നമുക്ക് ഷാർപ്പൺ ചെയ്യാൻ സാധിക്കും. പെൻസിലിൻ്റെ ടിപ്പ് കുറേ കൂടിയും ഷാർപ്പായിരിക്കും. പിന്നെ വരയ്ക്കുന്ന സമയത്ത് പെൻസിലിൻ്റെ ടിപ്പുകളെല്ലാം വളരെ ഷാർപ്പായിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് വരയ്ക്കുമ്പോൾ വളരെ ഫ്ലോ ലഭിക്കുവാനൊക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മെക്കാനിക്കൽ പെൻസിൽ, ഇതിൻ്റെ ഉപയോഗം നമുക്ക് അത്യാവശ്യമില്ല, പക്ഷെ വളരെ ലൈറ്റായിട്ടുള്ള വരകൾ വരയ്ക്കേണ്ടി വരികയാണെങ്കിൽ, അതായത് വളരെ ഷാർപ്പായിട്ടുള്ള
തിന്നായിട്ടുള്ള ലൈൻസൊക്കെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ പെൻസിൽസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് വിവിധ ഗ്രേഡുകളിലുള്ള ലെഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, വിപണിയിൽ കിട്ടുന്നതാണ്. 2B, 4B, HB ഗ്രേഡുകളിലുള്ള ലെഡ് പെൻസിൽസ് നമുക്ക് ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. വളരെ നൈസായിട്ടുള്ള ലെഡുകളാണ് ഇവയെല്ലാം. പിന്നെ പേപ്പർ സ്റ്റമ്പ്, ഇവ നമുക്ക് ബ്ലെൻഡിങ് സ്റ്റിക്ക് എന്ന് പറയാം. ഇത് നമുക്ക് വിപണിയിൽ വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ പേപ്പർ ചുറ്റി റോൾ ചെയ്ത് നിങ്ങൾക്ക് പേപ്പർ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പേപ്പർ ഉപയോഗിച്ച് റോൾ ചെയ്ത് നമുക്ക് പെൻസിൽ സ്കെച്ചുകൾ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് ലയിപ്പിക്കുവാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഡ്രോയിങ്സ് സ്മൂത്താക്കി എടുക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലെൻഡിങ് സ്റ്റിക്ക് യൂസ് ചെയ്യാം. ഇത്രയും ടൂൾസുകളാണ് തുടക്കത്തിലൊരു ചിത്രകാരന് ആവശ്യമായ ടൂൾസുകൾ. ഇത്രയും ടൂൾസുകളാണ്. ഇത് കൂടാതെ നമുക്ക് വരയ്ക്കാൻ ആവശ്യമായ ഒരു വരയില്ലാത്ത ഒരു നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഒരു സ്കെച്ച് ബുക്ക് നമുക്ക് തുടക്കത്തിൽ അത്യാവശ്യമാണ്. നമുക്ക് ഒരു ബുക്കില്ലാതെ വരയ്ക്കാൻ സാധിക്കില്ല. ഇതിന് പകരം വേണമെങ്കിൽ ഒരു നീറ്റായ A4 ഷീറ്റ് ആയാലും മതി. ഞാനിവിടെ കുറച്ച് ഡ്രോയിങ്സ് റെഫറൻസ് ആയിട്ട് എടുക്കുകയാണ്. ഇവിടെ ഈ ഒരു ഡ്രോയിങ്സിൽ, ഈ ഒരു സ്കെച്ചിൽ ഉപയോഗിച്ചിരിക്കുന്നത് HB പെൻസിലും അതുപോലെ 2B പെൻസിലുമാണ്. നമുക്ക് ഒരു പരിചയസമ്പന്നനായ എക്സ്പീരിയൻസ്ഡായ ഒരു ചിത്രകാരന് ഒരു 2B പെൻസിലുകൾ കൊണ്ട് തന്നെ 2B പെൻസിൽ ഉപയോഗിച്ച് ഒരുവിധം എല്ലാ ടോണുകളും വരയ്ക്കാൻ സാധിക്കുന്നതാണ്. അതായത് നമുക്ക് വളരെ ഡാർക്കായ ലൈൻസുകൾ വരേണ്ട ഭാഗത്ത് പെൻസിൽ അമർത്തി പ്രസ് ചെയ്ത് വരയ്ക്കുക. അതുപോലെ ലൈറ്റായ സ്ട്രോക്കുകൾ വരുന്ന ഭാഗത്ത് പെൻസിൽ പ്രസ് ചെയ്യാതെ കൈ ഫ്രീ ആയി നമുക്ക് ലൈറ്റായി അമർത്തി വരയ്ക്കുക. അങ്ങനെ നമുക്ക് ഒരു പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വ്യത്യസ്ത ടോണുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡ്രോയിങ്ങിൽ HB 2B പെൻസിലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിലും 2B പെൻസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 2B അതുപോലെ 6B പെൻസിലുകൾ ഉപയോഗിച്ച് വരച്ചിരിക്കുന്ന ഒരു സ്കെച്ചാണിത്. അതുപോലെ ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ച് വരച്ചിരിക്കുന്ന ഒരു കാരിക്കേച്ചറാണ് ഇത്. ഇതിൽ ചാർക്കോൾ ഉപയോഗിച്ച് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് നീഡബിൾ എറേസർ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഹെയറുകളും സ്കിൻ ടോൺസ് ക്രിയേറ്റ് ചെയ്യാൻ ഈ നീഡബിൾ എറേസർ വളരെ സഹായകമാണ്. നമുക്ക് വളരെ സ്മൂത്തായി ഇത് എറേസ് ചെയ്തെടുക്കാൻ ഇതുകൊണ്ട് സാധ്യമാണ്. അതുപോലെ നമുക്ക് ബെൻഡിങ് സ്റ്റിക്ക് ഉപയോഗിച്ച് വളരെ സ്മൂത്തായി നമുക്ക് സ്മഡ്ജ് ചെയ്തെടുക്കാൻ ഈ ബെൻഡിങ് സ്റ്റിക്ക് കൊണ്ട് നമുക്ക് സഹായകമാണ്.